ഓം ശാന്തി. 20/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കണം. ഇതാണ് ഗുപ്തമായ കാര്യം. ഓർമ്മയിലൂടെ ഓർമ്മ ലഭിക്കുന്നു. ആരാണോ ഓർമ്മിക്കാത്തത് അവരെ ബാബയും എങ്ങനെ ഓർമ്മിക്കും? ചോദ്യം: സംഗമത്തിൽ കുട്ടികളായ നിങ്ങൾ ഏതൊരു പഠനമാണ് പഠിക്കുന്നത്? അത് മുഴുവൻ കൽപ്പത്തിലും പഠിപ്പിക്കപ്പെടുന്നില്ല. ഉത്തരം: ജീവിച്ചിരിക്കെ ശരീരത്തിൽ നിന്നും വേറിടുന്നതിൻ്റെ, അതായത് മൃതം ആകുന്നതിൻ്റെ പഠനമാണ് ഇപ്പോൾ പഠിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കർമാതീതമാകണം. ബാക്കി ശരീരത്തിൽ ഉള്ളതുവരെയും കർമ്മം ചെയ്യുക തന്നെ വേണം. മനസ്സും ശാന്തമാകുന്നത് ശരീരം ഇല്ലാതിരിക്കുമ്പോഴാണ്. അതിനാൽ മനസ്സിനെ ജയിച്ചാൽ ജഗജ്ജീത് എന്നല്ല, എന്നാൽ മായയെ ജയിച്ചാൽ ജഗജ്ജീത് എന്നാണ്. ഓം ശാന്തി. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കാരണം അവിവേകികളെ തന്നെയാണ് പഠിപ്പിക്കാറുള്ളത് എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ, ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ വരുമ്പോൾ ആരെയായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക? തീർച്ചയായും പൂർണ്ണമായും ഏറ്റവും അറിവില്ലാത്തവർ ആയവരെ ആയിരിക്കും. അതിനാൽ പറയുന്നത് തന്നെ വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ്. വിപരീത ബുദ്ധി എങ്ങനെയാണ് ആയത്? 84 ലക്ഷം ജീവജന്തുക്കൾ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ബാബയെയും 84 ലക്ഷം ജന്മങ്ങളിലേക്ക് കൊണ്ടുപോയി. പരമാത്മാവ് നായിലും പൂച്ചയിലും ജീവജന്തുക്കളിലും എല്ലാത്തിലുമുണ്ട് എന്ന് പറയുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് 2ാമത്തെ നമ്പറിലെ പോയിന്റായി വേണം കൊടുക്കുവാൻ. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആരെങ്കിലും പുതിയതായി വരുമ്പോൾ ഏറ്റവും ആദ്യം അവർക്ക് പരിധിയുള്ളതും പരിധിയില്ലാത്തതുമായ പിതാവിൻ്റെ പരിചയം നൽകണം. ആ പരിധിയില്ലാത്തതാണ് വലിയ ബാബ, ആ പരിധിയുള്ളതാണ് ചെറിയ ബാബ. പരിധിയില്ലാത്ത ബാബ എന്നാൽ പരിധിയില്ലാത്ത ആത്മാക്കളുടെ പിതാവ്. ആ പരിധിയുള്ള പിതാവ് ജീവാത്മാവിൻ്റെ പിതാവായി. ആ ഒന്ന് എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. ഈ നോളജും എല്ലാവർക്കും ഏകരസമായി ധാരണ ചെയ്യുവാൻ സാധിക്കില്ല. ചിലർ 1% ധാരണ ചെയ്യുന്നു, ചിലർ 95% ധാരണ ചെയ്യുന്നു. ഇത് വിവേകത്തിൻ്റെ കാര്യമാണ്. സൂര്യവംശി കുലം ഉണ്ടാകുമല്ലോ, രാജ, റാണി തഥാ പ്രജ. ഇത് ബുദ്ധിയിൽ വരുന്നുവല്ലോ. പ്രജയിൽ എല്ലാ പ്രകാരത്തിലുമുള്ള മനുഷ്യരുണ്ട്. പ്രജ എന്നാൽ പ്രജയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് പഠനമാണ്. സ്വന്തം ബുദ്ധി അനുസരിച്ച് ഓരോരുത്തരും പഠിക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ എത്ര ധാരണ ചെയ്തിട്ടുണ്ടോ അത്രയും തന്നെ ഇപ്പോഴും പഠനം ധാരണ ചെയ്യുന്നു. പഠനം ഒരിക്കലും മറഞ്ഞിരിക്കില്ല. പഠനമനുസരിച്ച് തന്നെയാണ് പദവി ലഭിക്കുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷ നടക്കുക തന്നെ ചെയ്യും. പരീക്ഷയില്ലാതെ ട്രാൻസ്ഫർ ആവുക സാധ്യമല്ല. അവസാനം എല്ലാം മനസ്സിലാകും. സാമാന്യമായി ഇപ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മൾ എന്ത് പദവിക്ക് യോഗ്യമാണ് എന്ന്. ലജ്ജ കാരണം എല്ലാവരുടെയും കൂടെ കൈ ഉയർത്തുന്നു. നമുക്കിത് എങ്ങനെ ആകുവാൻ സാധിക്കും എന്ന് ഹൃദയത്തിൽ മനസ്സിലാക്കുന്നുമുണ്ട്. എങ്കിലും കൈ ഉയർത്തുന്നു.
മനസ്സിലാക്കിയിട്ടും കൈ ഉയർത്തുന്നതിനെയും അജ്ഞാനം എന്ന് പറയും. എത്ര അജ്ഞാനമുണ്ട് എന്നത് ബാബയ്ക്ക് ഉടൻ മനസ്സിലാക്കാൻ കഴിയും. ഇതിനേക്കാൾ ആ സ്റ്റുഡൻസിൽ വിവേകമുണ്ട്. അവർ മനസ്സിലാക്കുന്നു, നമ്മൾ സ്കോളർഷിപ്പ് നേടാൻ യോഗ്യരല്ല, പാസ്സാവുകയില്ല എന്ന്. ടീച്ചർ എന്ത് പഠിപ്പിക്കുന്നുവോ അതിൽ നമ്മൾ എത്ര മാർക്സ് നേടും എന്ന് മനസ്സിലാക്കുന്ന ആ അജ്ഞാനികൾ ഇതിനേക്കാൾ നല്ലതാണ്. നമ്മൾ പാസ് വിത്ത് ഓണർ ആകും എന്ന് പറയുകയില്ല. അപ്പോൾ സിദ്ധമാകുന്നത് ഇവിടെ ഇത്ര പോലും ബുദ്ധിയില്ല എന്നാണ്. ദേഹാഭിമാനം വളരെയധികമുണ്ട്. നിങ്ങൾ വന്നിരിക്കുന്നത് ഈ ലക്ഷ്മി നാരായണൻ ആകുവാനാണ്. അപ്പോൾ പെരുമാറ്റവും വളരെ നല്ലതായിരിക്കേണ്ടതാണ്. ബാബ പറയുന്നു, ചിലർ വിനാശകാലെ വിപരീത ബുദ്ധിയാണ്. കാരണം നിയമമനുസരിച്ച് ബാബയോട് സ്നേഹമില്ല. അപ്പോൾ എന്തവസ്ഥയുണ്ടാകും? ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. ബാബ ഇരുന്ന് കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, വിനാശകാലെ വിപരീത ബുദ്ധി എന്നതിൻ്റെ അർത്ഥമെന്താണ്? കുട്ടികൾക്കു തന്നെ പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്ത് മനസ്സിലാക്കും? നമ്മൾ ശിവ് ബാബയുടെ കുട്ടികളാണ് എന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾ തന്നെ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ബാബയെ ഓർമ്മിക്കണം, ഇത് ഗുപ്തമായ കാര്യമാണ്. പഠനം ഗുപ്തമല്ലല്ലോ, പഠനത്തിൽ നമ്പർ വാറാണ്. എല്ലാവരും ഒരുപോലെ പഠിക്കുകയില്ല. ബാബ മനസ്സിലാക്കുന്നുണ്ട്, ഇവർ ഇപ്പോൾ ബേബീസാണ്, ശിശുക്കളാണ്. ഇങ്ങനെയുള്ള പരിധിയില്ലാത്ത ബാബയെ 3-4 മാസം ഓർമ്മിക്കുക പോലും ചെയ്യുന്നില്ല. ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? അവരുടെ കത്ത് വരുന്നതിലൂടെ. പിന്നെ ആ കത്തിൽ സർവീസിൻ്റെ സമാചാരവും ഉണ്ടാകും. ഇന്ന ആത്മീയ സേവനം ചെയ്യുന്നു എന്ന് തെളിവ് ആവശ്യമാണല്ലോ. അതേപോലെ ദേഹാഭിമാനികൾ ഒരിക്കലും ഓർമ്മിക്കുന്നുമില്ല, സർവീസിൻ്റെ തെളിവ് കാണിക്കുന്നുമില്ല. ചിലർ സമാചാരം എഴുതുന്നു, ബാബ ഇന്ന ആളുകൾ വന്നു, അവർക്ക് ഇത് മനസ്സിലാക്കിച്ചു കൊടുത്തു. അപ്പോൾ ബാബയും മനസ്സിലാക്കും, കുട്ടി ജീവനോടെ ഉണ്ട്. സർവീസിൻ്റെ ശരിയായ സമാചാരം നൽകുന്നു. ചിലർ 3-4 മാസം കത്തെഴുതുന്നില്ല. ഒരു സമാചാരവും ഇല്ല എങ്കിൽ മരിച്ചുപോയി അല്ലെങ്കിൽ രോഗാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കും. രോഗിയായ മനുഷ്യന് എഴുതുവാൻ സാധിക്കില്ല. ഇങ്ങനെയും ചിലർ എഴുതുന്നു, എൻ്റെ ആരോഗ്യം ശരിയായിരുന്നില്ല, അതിനാൽ കത്തെഴുതിയില്ല. ചിലർ സമാചാരവും നൽകുന്നില്ല, രോഗാവസ്ഥയിലുമല്ല, ദേഹാഭിമാനമുണ്ട്. പിന്നെ ബാബയും ആരെ ഓർമ്മിക്കുവാനാണ്? ഓർമ്മയിലൂടെയാണ് ഓർമ്മ ലഭിക്കുന്നത്. എന്നാൽ ദേഹാഭിമാനമുണ്ട്. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, എന്നെ സർവവ്യാപി എന്ന് പറഞ്ഞ് 84 ലക്ഷത്തേക്കാൾ കൂടുതൽ ജീവജന്തുക്കളിലേക്ക് കൊണ്ടുപോയി. മനുഷ്യരെ പറയുന്നത് കല്ലുബുദ്ധി എന്നാണ്. ഭഗവാനെക്കുറിച്ചും കല്ലിൻ്റെയും മണ്ണിൻ്റെയും ഉള്ളിൽ വിരാജിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് പരിധിയില്ലാത്ത അപകീർത്തിയായല്ലോ. അതിനാൽ ബാബ പറയുന്നു, എൻ്റെ എത്ര അപകീർത്തി ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നമ്പർ വാറായി മനസ്സിലാക്കി. ഭക്തിമാർഗത്തിൽ പാടുന്നുമുണ്ട്, അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ അർപ്പണമാകും, അങ്ങയെ അവകാശിയാക്കി മാറ്റും. കല്ലിലും മൺകട്ടയിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവകാശിയാക്കി മാറ്റുന്നത്. എത്ര ഗ്ലാനി ചെയ്യുന്നു. അതിനാൽ ബാബ പറയുന്നു, യഥാ യഥാ ഹി. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ബാബയെ അറിയുന്നുണ്ട്.
അപ്പോൾ ബാബയുടെ എത്ര മഹിമ ചെയ്യുന്നു. ചിലർ മഹിമ പോയിട്ട് എപ്പോഴെങ്കിലും ഓർമ്മിച്ച് 2 വാക്കുപോലും എഴുതുന്നില്ല. വളരെയധികം ദേഹാഭിമാനിയായിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമുക്ക് ബാബയെ ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. ഭഗവാൻ ഉവാചയാണല്ലോ, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. വിശ്വത്തിൻ്റെ രാജപദം എങ്ങനെ പ്രാപ്തമാകും? അതിനുവേണ്ടി രാജയോഗം പഠിപ്പിക്കുന്നു. നമ്മൾ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടുന്നതിനായി പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പഠിക്കുന്നു. ഈ ലഹരി ഉണ്ടെങ്കിൽ അപാര സന്തോഷം വന്നേനെ. ഗീതയും പഠിക്കുന്നു, പക്ഷേ സാധാരണ പുസ്തകം പഠിക്കുന്നത് പോലെയാണ്. എന്നാൽ ഗീത പഠിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവരിൽ ഇത്രയും സന്തോഷമുണ്ടായിരിക്കുന്നില്ല. ഗീത പഠിച്ച് പൂർത്തിയാക്കി പിന്നെ തൊഴിലിലേക്ക് പോയി. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ബുദ്ധിയിലുണ്ട്, പരിധിയില്ലാത്ത ബാബ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത് എന്ന് മറ്റാരുടെയും ബുദ്ധിയിൽ വരികയില്ല. അപ്പോൾ ആദ്യം ആരെങ്കിലും വരികയാണ് എങ്കിൽ അവർക്ക് 2 പിതാവിൻ്റെ തിയറി മനസ്സിലാക്കിച്ചു കൊടുക്കണം. പറയൂ, ഭാരതം സ്വർഗമായിരുന്നല്ലോ, ഇപ്പോൾ നരകമാണ്. നമ്മൾ സത്യയുഗത്തിലുമാണ് കലിയുഗത്തിലുമാണ് എന്ന് ആർക്കും തന്നെ പറയുവാൻ സാധിക്കില്ല. ആർക്കെങ്കിലും ദുഃഖം ലഭിച്ചുവെങ്കിൽ അവർ നരകത്തിലാണ്, ആർക്കെങ്കിലും സുഖം ലഭിച്ചുവെങ്കിൽ സ്വർഗത്തിലാണ്. ഇങ്ങനെ വളരെ പേർ പറയുന്നു. ദുഃഖിതരായ മനുഷ്യർ നരകത്തിലാണ്, നമ്മൾ വളരെയധികം സുഖത്തിലിരിക്കുന്നു. കൊട്ടാരവും കെട്ടിടങ്ങളും എല്ലാം ഉണ്ട്. പുറമേയുള്ള വളരെയധികം സുഖം കാണുന്നുവല്ലോ. സത്യയുഗീയ സുഖം ഇവിടെ ഉണ്ടാവുക സാധ്യമല്ല എന്നതും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഗോൾഡൻ ഏജിനെ അയൺ ഏജ് എന്ന് പറഞ്ഞാലും അയൺ ഏജിനെ ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞാലും കാര്യം ഒന്ന് തന്നെയാണ് എന്നല്ല. ഇങ്ങനെ മനസ്സിലാക്കുന്നവരെയും അജ്ഞാനി എന്ന് പറയും. അപ്പോൾ ആദ്യം ബാബയുടെ തിയറി പറഞ്ഞു കൊടുക്കണം. ബാബ തന്നെയാണ് തൻ്റെ തിരിച്ചറിവ് നൽകുന്നത്. മറ്റാരും അറിയുന്നില്ല. പരമാത്മാവ് സർവവ്യാപിയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്, ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും രൂപം ഒന്ന് തന്നെയാണ്. അതും ആത്മാവ് തന്നെയാണ്. പക്ഷേ ആ ഒന്നിനെ പരം ആത്മാ എന്ന് പറയുന്നു. ഞാൻ എങ്ങനെ വരുന്നു എന്നത് ബാബ ഇരുന്ന് മനസ്സിലാക്കിക്കുന്നു. സർവ ആത്മാക്കളും അവിടെ പരംധാമത്തിൽ വസിക്കുന്നു. ഈ കാര്യങ്ങൾ പുറത്തുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഭാഷയും വളരെ സഹജമാണ്. ഗീതയിൽ ശ്രീകൃഷ്ണന്റെ നാമം വെച്ചിരിക്കുന്നു. ഇനി കൃഷ്ണൻ ഗീത കേൾപ്പിക്കുന്നില്ല, എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന് കൃഷ്ണന് സർവരോടും പറയുവാൻ സാധിക്കില്ല. ദേഹധാരിയുടെ ഓർമ്മയിലൂടെ പാപം മുറിയുന്നില്ല. ദേഹത്തിൻ്റെ സർവസംബന്ധവും ത്യജിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന് കൃഷ്ണ ഭഗവാൻ ഉവാചയുണ്ട്. എന്നാൽ ദേഹത്തിൻ്റെ സംബന്ധം കൃഷ്ണനുമുണ്ട്. പിന്നെ കൃഷ്ണൻ ചെറിയ കുട്ടിയുമാണല്ലോ. ഇതും എത്ര വലിയ തെറ്റാണ്. ഒരു തെറ്റ് കാരണം എത്ര വ്യത്യാസം വരുന്നു. പരമാത്മാവ് സർവവ്യാപിയാവുക സാധ്യമല്ല. ആരെക്കുറിച്ചാണോ സർവരുടെയും സദ്ഗതി ദാതാവ് എന്ന് പറയുന്നത്, ആ ഒന്നും ദുർഗതി നേടുമോ? പരമാത്മാവ് എപ്പോഴെങ്കിലും ദുർഗതി പ്രാപിക്കാറുണ്ടോ? ഇതെല്ലാം വിചാരസാഗര മഥനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മനുഷ്യർ പറയുന്നു, നമുക്ക് ഒഴിവ് സമയമില്ല, വന്ന് കോഴ്സ് കേൾക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ ഒഴിവ് സമയമില്ല എന്ന് പറയുന്നു. 2 ദിവസം വരും, പിന്നെ 4 ദിവസം വരില്ല. പഠിക്കുകയില്ല എങ്കിൽ എങ്ങനെ ഈ ലക്ഷ്മി നാരായണനാവുവാൻ സാധിക്കും? മായയുടെ എത്ര ഫോഴ്സാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഏതൊരു സെക്കൻഡാണോ ഏതൊരു മിനിറ്റാണോ കടന്നു പോകുന്നത്,
അത് അതേപോലെ റിപ്പീറ്റ് ആകുന്നു. എണ്ണമറ്റ തവണ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോഴാണെങ്കിൽ ബാബയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ബാബ ജനന മരണത്തിൽ വരുന്നില്ല. പൂർണ്ണമായും ജനന മരണത്തിൽ ആരാണ് വരുന്നത്, വരാത്തത് ആരാണ് എന്ന് താരതമ്യം ചെയ്യുന്നു. കേവലം ഒരേ ഒരു ബാബയാണ് ജനന മരണത്തിൽ വരാത്തത്. ബാക്കി എല്ലാവരും വരുന്നു. അതിനാൽ ചിത്രവും കാണിച്ചിരിക്കുന്നു. ബ്രഹ്മാവും വിഷ്ണുവും രണ്ടുപേരും ജനന മരണത്തിൽ വരുന്നു. ബ്രഹ്മ സോ വിഷ്ണു, വിഷ്ണു സോ ബ്രഹ്മ പാർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഉണ്ടാകുന്നില്ല. ഈ ചിത്രം വീണ്ടും വന്ന് എല്ലാവരും കാണും, മനസ്സിലാക്കുകയും ചെയ്യും. വളരെ സഹജമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബുദ്ധിയിൽ വരണം, നമ്മൾ തന്നെയാണ് ബ്രാഹ്മണൻ, പിന്നെ നമ്മൾ തന്നെ ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമാകും. വീണ്ടും ബാബ വരും, അപ്പോൾ നമ്മൾ തന്നെ ബ്രാഹ്മണനായി മാറും. ഇത് ഓർമ്മിക്കൂ. എങ്കിലും സ്വദർശന ചക്രധാരിയായി വളരെ പേരുണ്ട്, അവർക്ക് ഓർമ്മ നിലനിൽക്കുന്നില്ല. നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ് സ്വദർശന ചക്രധാരി ആകുന്നത്, ദേവതമാർ ആകുന്നില്ല. ചക്രം എങ്ങനെ കറങ്ങുന്നു എന്ന ഈ നോളജ് നേടുന്നതിലൂടെ അവർ ഈ ദേവതയായി മാറുന്നു. വാസ്തവത്തിൽ ഒരു മനുഷ്യനും സ്വദർശന ചക്രധാരി എന്ന് പറയുവാൻ യോഗ്യനല്ല. മനുഷ്യരുടെ സൃഷ്ടിയായ മൃത്യുലോകം തന്നെ വേറെയാണ്. ഭാരതവാസികളുടെ ആചാരരീതികൾ വേറെയാണ്. എല്ലാവരുടെയും വ്യത്യസ്തമാണ്. ദേവതമാരുടെ ആചാരരീതികൾ വേറെയാണ്. മൃത്യുലോകത്തിലെ മനുഷ്യരുടെ ആചാരരീതികൾ വേറെയാണ്. പകലിന്റെ വ്യത്യാസമുണ്ട്. അതിനാൽ എല്ലാവരും പറയുന്നു, നമ്മൾ പതീതമാണ്. ഹേ ഭഗവാനെ, പതീത ലോകത്തിൽ വസിക്കുന്ന നമ്മൾ ഏവരെയും പാവനമാക്കി മാറ്റൂ എന്ന്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, പാവനമായ ലോകം ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അതിനെ സത്യയുഗം എന്ന് പറയുന്നു, ത്രേത എന്നല്ല പറയുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, അതാണ് ഫസ്റ്റ് ക്ലാസ്, ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പോൾ ഓരോ കാര്യവും നല്ല രീതിയിൽ ധാരണ ചെയ്യേണ്ടി വരും. ആര് വന്നാലും കേട്ട് അത്ഭുതപ്പെടട്ടെ. ചിലർ അത്ഭുതപ്പെടുന്നു, പക്ഷേ എന്നിട്ടും അവർക്ക് ഒഴിവു സമയമില്ല പുരുഷാർത്ഥം ചെയ്യുവാനായി. പിന്നെ കേൾക്കുന്നു, തീർച്ചയായും പവിത്രമായിരിക്കണം. ഈ കാമവികാരം തന്നെയാണ് മനുഷ്യനെ പതീതമാക്കി മാറ്റുന്നത്. ഇതിനെ ജയിക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ ജഗത് ജീതാകുന്നത്. ബാബ പറഞ്ഞിട്ടുമുണ്ട്, കാമവികാരത്തെ ജയിച്ച് ജഗത് ജീതാകൂ. മനുഷ്യർ പിന്നെ പറയുന്നു, മനസ്സിനെ ജയിച്ച് ജഗത് ജീതാകൂ, മനസ്സിനെ വശത്താക്കൂ. അപ്പോൾ മനസ്സ് ശാന്തമാകുന്നത് ശരീരമില്ലാതിരിക്കുമ്പോഴാണ്, അല്ലാതെ മനസ്സൊരിക്കലും ശാന്തമാകുന്നില്ല. ദേഹം ലഭിക്കുന്നത് തന്നെ കർമ്മം ചെയ്യുന്നതിനാണ്. അപ്പോൾ പിന്നെ കർമാതീത അവസ്ഥയിൽ എങ്ങനെയിരിക്കും? കർമാതീത അവസ്ഥ എന്ന് പറയുന്നത് മൃതമായതിനെയാണ്. ജീവിച്ചിരിക്കെ മൃതം, ശരീരത്തിൽ നിന്നും വേറിട്ടത്. നിങ്ങൾക്കും ശരീരത്തിൽ നിന്നും വേറിട്ടതാകാനുള്ള പഠനം പഠിപ്പിക്കുന്നു. ശരീരത്തിൽ നിന്നും ആത്മാവ് വേറെയാണ്. ആത്മാവ് പരംധാമത്തിലാണ് വസിക്കുന്നത്. ആത്മാവ് ശരീരത്തിൽ വരുന്നു, അപ്പോൾ അതിനെ മനുഷ്യൻ എന്ന് പറയുന്നു. ശരീരം ലഭിക്കുന്നത് തന്നെ കർമ്മം ചെയ്യുന്നതിനാണ്. ഒരു ശരീരം വിട്ടുപോകും, പിന്നെ മറ്റൊരു ശരീരം ആത്മാവിന് എടുക്കേണ്ടതുണ്ട് കർമ്മം ചെയ്യുന്നതിനു വേണ്ടി. കർമ്മം ചെയ്യേണ്ടതായി വരാത്തപ്പോൾ ശാന്തിയിലിരിക്കും. മൂലവതനത്തിൽ കർമ്മം ഉണ്ടാകുന്നില്ല. സൃഷ്ടിയുടെ ചക്രം ഇവിടെയാണ് തിരിയുന്നത്. ബാബയെയും സൃഷ്ടിചക്രത്തെയും അറിയണം. ഇതിനെ തന്നെയാണ് നോളജ് എന്ന് പറയുന്നത്. ഈ കണ്ണുകൾ എപ്പോൾ വരെ പതീതവും ക്രിമിനലുമാണോ, അപ്പോൾ ഈ കണ്ണുകളിലൂടെ പവിത്രമായ വസ്തുവിനെ കാണുവാൻ സാധിക്കില്ല. അതിനാൽ
ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ആവശ്യമാണ്. എപ്പോഴാണോ നിങ്ങൾ കർമാതീത അവസ്ഥ നേടുന്നത്, അതായത് ദേവതയാകുന്നത്, പിന്നീട് ഈ കണ്ണുകളിലൂടെ ദേവതമാരെ കണ്ടുകൊണ്ടിരിക്കും. ബാക്കി ഈ ശരീരത്തിൽ ഈ കണ്ണുകൾ കൊണ്ട് കൃഷ്ണനെ കാണുവാൻ സാധിക്കില്ല. പിന്നെ സാക്ഷാത്കാരം കണ്ടുവെങ്കിൽ അതിലൂടെ ഒന്നും ലഭിക്കുന്നില്ല. അല്പകാലത്തേക്ക് സന്തോഷമുണ്ടാകും, കാമന പൂർത്തിയാകുന്നു. ഡ്രാമയിൽ സാക്ഷാത്കാരവും അടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ പ്രാപ്തി ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ശരി, മധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണയും ഗുഡ് മോർണിംഗും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ശരീരത്തിൽ നിന്നും വേറിട്ട ആത്മാവാണ്. ജീവിച്ചിരിക്കെ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴും മൃതം പോലെയാണ്. ഈ സ്ഥിതിയുടെ അഭ്യാസത്തിലൂടെ കർമാതീത അവസ്ഥ ഉണ്ടാക്കണം. സർവീസിന്റെ തെളിവ് നൽകണം. ദേഹാഭിമാനം ഉപേക്ഷിച്ച് തൻ്റെ സത്യമായ സമാചാരം നൽകണം. പാസ് വിത്ത് ഓണർ ആകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: തൻ്റെ ശാന്ത സ്വരൂപ സ്റ്റേജിലൂടെ ശാന്തിയുടെ കിരണങ്ങൾ വ്യാപിപ്പിക്കുന്ന മാസ്റ്റർ ശാന്തി സാഗരമായി ഭവിക്കട്ടെ. വർത്തമാന സമയത്ത് വിശ്വത്തിലെ മെജോറിറ്റി ആത്മാക്കൾക്കും ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് സത്യമായ ശാന്തിയാണ്. അശാന്തിയുടെ അനേകം കാരണങ്ങൾ ദിനപ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അഥവാ സ്വയം അശാന്തമല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ അശാന്തിയുടെ വായുമണ്ഡലവും അന്തരീക്ഷവും ശാന്ത അവസ്ഥയിൽ ഇരിക്കാൻ അനുവദിക്കില്ല. അശാന്തിയുടെ മാനസിക സമ്മർദ്ദത്തിൻ്റെ അനുഭവം വർദ്ധിക്കും. ഇങ്ങനെയുള്ള സമയത്ത് മാസ്റ്റർ ശാന്തിയുടെ സാഗരമായ കുട്ടികളായ നിങ്ങൾ അശാന്തിയുടെ സങ്കല്പങ്ങളെ മെർജ് ചെയ്ത് വിശേഷിച്ച് ശാന്തിയുടെ വൈബ്രേഷൻ വ്യാപിപ്പിക്കൂ. സ്ലോഗൻ: ബാബയുടെ സർവഗുണങ്ങളുടെയും അനുഭവം ചെയ്യുന്നതിനായി സദാ ജ്ഞാന സൂര്യൻ്റെ മുന്നിൽ ഇരിക്കൂ. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. ഇപ്പോൾ സമയം ലാഭിക്കുന്നതിൻ്റെ, സങ്കല്പങ്ങൾ ലാഭിക്കുന്നതിൻ്റെ, ശക്തി ലാഭിക്കുന്നതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കി ബിന്ദു രൂപത്തിൻ്റെ സ്ഥിതിയെ വർദ്ധിപ്പിക്കൂ. എത്രത്തോളം ബിന്ദു രൂപത്തിൻ്റെ സ്ഥിതി ഉണ്ടാകുമോ അത്രത്തോളം ഏതെങ്കിലും ഈവിൾ സ്പിരിറ്റിൻ്റെയോ ഈവിൾ സംസ്കാരത്തിൻ്റെയോ ഫോഴ്സ് താങ്കളുടെ മേൽ യുദ്ധം ചെയ്യില്ല. താങ്കളും അവയിൽ നിന്നും മുക്തമായിരിക്കും. താങ്കളുടെ ശക്തിരൂപം അവരെയും മുക്തമാക്കും. ഓം ശാന്തി. മസ്തക മധ്യത്തിൽ ഒരു ചൈതന്യ മണിയായി സ്വയം തന്നെ കാണൂ. ചിന്തിക്കൂ, ഞാൻ അതിതേജസ്വിയായ ആത്മാവാണ്. പവിത്ര ആത്മാവാണ്. ശക്തിശാലി ആത്മാവാണ്. ഈ സങ്കല്പങ്ങളുടെ അനുഭവ സ്വരൂപമായി സ്ഥിതി ചെയ്യൂ. ഫരിസ്തകളുടെ പ്രകാശ ശരീരം ധാരണ ചെയ്യൂ.
ചിന്തിക്കൂ, ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. എന്നിൽ നിന്നും 4 ഭാഗത്തും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫരിഷ്തയായ ഞാൻ ആകാശത്തിനും ഉപരി സൂക്ഷ്മലോകത്തിൽ എത്തിച്ചേരുന്നു. സർവത്ര പവിത്രതയുടെ പ്രകാശം നിറഞ്ഞ, തൂവെള്ള പ്രകാശം നിറഞ്ഞ ഈ ഫരിഷ്തകളുടെ ലോകത്തിൽ, ഈ സൂക്ഷ്മലോകത്തിൽ ഞാൻ ബാഗ്ദാദയുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ബാഗ്ദാദയുടെ മസ്തകത്തിൽ നിന്നും ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിക്കുന്നു. പവിത്ര സ്നേഹത്തിൻ്റെ ദൃഷ്ടി എന്നിൽ പതിക്കുന്നു. ബാഗ്ദാദയിൽ നിന്നും സർവശക്തികളുടെയും വരദാനി ദൃഷ്ടി ഞാൻ സ്വീകരിക്കുന്നു. എന്നിൽ സർവശക്തികളും നിറയുന്നു. ഈ ദിവ്യ ഈശ്വരീയ പ്രാപ്തികളാൽ സമ്പന്നമായി ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ സാകാര ദേഹത്തിൽ അവതരിക്കുന്നു. വിശ്വമംഗളാർത്ഥം ഫരിഷ്തയായി അവതരിച്ചിരിക്കുന്ന ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും പരമാത്മാ പവിത്രതയുടെയും പരമാത്മാ സ്നേഹത്തിൻ്റെയും പരമാത്മാ ശക്തിയുടെയും കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നു.